അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 4 ഇസ്മുകളെ പറ്റിയാണ്. ഈ ഇസ്മുകൾ പതിവാക്കുന്നതിലൂടെ നമ്മുടെ മിക്ക പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കടം കൊണ്ട് വലയുന്ന ആളുകൾക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കിട്ടുന്നതുമാണ്. അപ്പോൾ വളരെ ലളിതമാണ്. ഈ ഇസ്മുകൾ എപ്പോഴും ചൊല്ലാവുന്നതാണ്. ഒന്നാമത്തെ ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ്. രണ്ടാമതായി യാ റസാഖു യാ അല്ലാഹ്. മൂന്നാമതായി യാ കരീമു യാ അല്ലാഹ്. നാലാമതായി യാ വഹാബു യാ അല്ലാഹ്. ഇത് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ പതിവാക്കുന്നതിലൂടെ നിങ്ങളുടെ സർവ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഒരു പരിഹാരമുണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര ധനവും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രതിവിധികളും വന്നു ചേരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഇസ്മുകളുടെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. യാ ഫത്താഹു യാ അല്ലാഹ്. ഫത്താഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം നൽകുന്നവൻ. ഇനി യാ റസാഖു യാ അല്ലാഹ്. റസാഖ് റിസ്ഖ് നൽകുന്നവൻ, ആഹാരം നൽകുന്നവൻ എന്നാണ് അർത്ഥം. ഇനി യാ കരീം. കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യവാൻ, ഔദാര്യം നൽകുന്നവനാണ് അള്ളാഹു. അതുപോലെ തന്നെ യാ വഹാബ് യാ അല്ലാഹ്. വഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരൻ, ഉദാരമതിയാണ് അള്ളാഹു. അപ്പോൾ ഇതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇവ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.